സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പോരാട്ടമല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ 9-നും 11-നും പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന ജനങ്ങൾക്ക് മുമ്പിൽ വളരെ ഗൗരവതരമായ ദേശീയ, സംസ്ഥാന, പ്രാദേശിക രാഷ്ട്രീയവുമെല്ലാം ഇവിടെ കേരളത്തിൽ സജീവമായി ചർച്ചയാകും. ഇന്ന് നമ്മുടെ രാജ്യം ഒരു പുതിയ വെല്ലുവിളിയെ നേരിടുകയാണ്. അർബൻ ടെററിസ്റ്റുകൾ അവരുടെ ഗൂഢാലോചനയിൽ നമ്മുടെ ദില്ലി നഗരത്തിൽ വലിയ സ്ഫോടനമുണ്ടായിരിക്കുകയാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ടുള്ള വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെ വളരെ ഉത്കണ്ഠയിലാണ്, വളരെ ഭയപ്പാടിലാണ്. ഇതിനെതിരെ അതിശക്തമായ വികാരം രാജ്യത്തെമ്പാടുമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അർബൻ ടെററിസ്റ്റുകളെ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അത് സലഫി എന്ന് പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സംഘടനകൾ എത്രയോ കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നു. അവർ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ്. രാജ്യസ്നേഹം എന്നായിരുന്നു മദ്രസകളിൽ പഠിപ്പിച്ചത്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയും സലഫികളും ഈ തീവ്ര ഗ്രൂപ്പുകൾ ഇസ്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം തെറ്റാണെന്നും കാഫ്രീങ്ങളെ കൊന്ന് ഷഹീദായാൽ സ്വർഗം കിട്ടുമെന്നുള്ള പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ ഫലമാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ സൃഷ്ടിച്ചത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് NDAയുടെ മുന്നിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ജമാഅത്ത് ഇസ്ലാമിയെയും സലഫിയെയും ഈ രാജ്യത്ത് നിരോധിച്ചാൽ മാത്രമേ ഈ വൈറ്റ് കോളർ ടെററിസം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസനക്ഷേമ പദ്ധതികളായിരിക്കും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പദ്ധതികൾ കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അതെത്താത്ത ഒരു വീടുമില്ല. വികസനത്തിൻ്റെ ഫലം അനുഭവിക്കാത്ത ഒരു പൗരനും ഈ കേരളത്തിലില്ല. 39 ലക്ഷം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ കൃഷി സമ്മാൻ നിധി കിട്ടുന്നത്. 6000 രൂപ വെച്ച്. ഒരുപക്ഷെ മണ്ണിൽ കനകം വിളയിക്കുന്ന കർഷകന് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതി ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാഷണൽ ഹൈവേ മലയാളിക്ക് കൗതുകവും ഒരു അത്ഭുതവും ഒരു ആവേശവുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പറയട്ടെ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ക്ഷേമ വികസന പദ്ധതികളിൽ വൻ പരാജയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അവർ വികസന രംഗത്ത് വലിയ മുരടിപ്പാണ് ഉണ്ടാക്കി എന്നതിൻ്റെ കൃത്യമായ ചർച്ച നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ നഗരങ്ങളിൽ കുണ്ടും കുഴിയായിട്ടുള്ള റോഡുകൾ, നല്ല ഫുട്പാത്ത് പോലുമില്ല. അതിൽ നടന്നാൽ പലരും പൊട്ടിയ സ്ലാബിനിടയിൽ കാലുകുടുങ്ങി അപകടത്തിലാകുന്ന അവസ്ഥയാണ് കേരളത്തിലെമ്പാടുമുള്ളത്. നല്ലൊരു മാലിന്യമൊഴുകുന്ന ഓവുചാലുകൾ പോലും നമ്മുടെ നാട്ടിലില്ല. അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളൊക്കെ ഇവർ തെരഞ്ഞെടുപ്പ് സീസണാകുമ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നൽകാൻ കേരളത്തിൻ്റെ ഖജനാവിന് ശേഷിയും ക്ഷേമിഷിയുമില്ല.
കേരളം വലിയ കടക്കണിയിലാണ്. തീർച്ചയായും ആ വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.